ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പി നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ വിഷയങ്ങളാണ്. കാരണം ഉത്തരേന്ത്യയിലെ ചെറിയ വിഷയങ്ങൾ പോലും ഇവിടെ വലിയ ചർച്ചയാക്കാൻ UDF LDFും വളരെ സമർത്ഥരാണ്. അതുകൊണ്ട് തന്നെ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവിടെ വലിയ ചർച്ചയാവും. അതുതന്നെയാണ് ബി.ജെ.പിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. കേരളത്തിലെ മിഷനറിമാർ സുവിശേഷവൽക്കരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി വളരെ സജീവമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ. അതുമായി ബന്ധപ്പെട്ട് മതപരിവർത്തന ആരോപണങ്ങളൊക്കെ തുടർച്ചയായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളത് ബി.ജെ.പിക്ക് എളുപ്പമുള്ള കാര്യമല്ല. കാരണം ബി.ജെ.പിക്ക് ദേശീയ തലത്തിൽ ഒരു അജണ്ടയുണ്ട്, അല്ലെങ്കിൽ ഒരു കൃത്യമായുള്ള ആശയമുണ്ട്. അപ്പോൾ ആശയത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യവും ഗോവയുടെ സാഹചര്യവും തമ്മിൽ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. കാരണം ഗോവയിൽ ക്രിസ്ത്യൻ വോട്ട് ലഭിക്കുന്ന പോലെ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ട് ലഭിക്കാനുള്ള ഒരു സാഹചര്യം പൊതുവെ കുറവാണ്. പിന്നെ ഭാവിയിൽ എന്തെങ്കിലും ഒരു അന്തരീക്ഷം വരുമ്പോൾ, അതായത് ഇപ്പം ഇസ്ലാമിസ്റ്റ് സംഘടനകളുടെ ഒരു സ്വാധീനം വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു ആശങ്ക ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അവർ ലക്ഷ്യമിടുന്നത് ഒരു UDF സർക്കാർ തന്നെയാണ്. ഒരു UDF സർക്കാർ വരുമ്പോൾ തങ്ങൾക്ക് അനുയോജ്യമായ പാർട്ടി കോൺഗ്രസ് ആണെന്ന് വിശ്വസിക്കുന്നവരാണ് ലത്തീൻ കത്തോലിക്കരും സീറോ മലബാർ സഭയൊക്കെ. അപ്പോൾ ഈ ക്രിസ്ത്യൻ സഭകൾ ആ രീതിയിലുള്ള ഒരു വോട്ടിങ്ങിലേക്ക് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ബി.ജെ.പി കൊണ്ടുവന്ന ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വേണ്ടത്ര സക്സസ് ആകാനുള്ളൊരു സാധ്യത കുറവാണ്. സമീപ ഭാവിയിൽ അതിനുള്ളൊരു സാധ്യതയും കുറവാണെന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും.